ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ പഴം കൊണ്ടുള്ള പിന്നെ കായ്പോളയാണ് ഉണ്ടാക്കുന്നത്. പഴംപോള ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇത് പറഞ്ഞു തരാം. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. സാധാരണക്കാർക്കും നമുക്ക് വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിന് വേണ്ട 4 മുട്ട, നല്ല പഴുത്ത പഴം ഞാൻ ചെറുങ്ങനാക്കി വെച്ചിട്ട് നമ്മളെ ചീനച്ചട്ടിയിൽ നല്ലോണം നമുക്ക് കുറച്ച് എടുത്തിട്ട് പൊരിച്ചെടുക്കാം. നല്ല പെൺകളറാകുന്നവരെ നമുക്ക് പൊരിച്ചിട്ടെടുക്കാം. വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താൽ നമ്മളെ വീഡിയോ എല്ലാവർക്കും പോകുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യ്, ഷെയർ ചെയ്യ്, കമൻറ്റ് ചെയ്യ്, ലൈക്ക് ചെയ്യ്. പിന്നെ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും. നമ്മളെ വീട്ടിലുള്ള ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പഴം നല്ലോണം പൊരിഞ്ഞ് വന്നു കുറച്ച് ഇതാക്കിയിട്ട് നമ്മൾ വെക്കും. അങ്ങനെ നമ്മളെ പഴമെല്ലാം നല്ലോണം പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് 4 മുട്ട മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. 4 മുട്ട മിക്സിയിലിട്ട് നമുക്ക് പഞ്ചസാര, നമ്മളെ ചെറിയാക്ക് നല്ല മധുരം വേണം, ചെറിയാക്ക് ചെറു മധുരം വേണ്ട. നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഒട്ടും മധുരം എത്രയല്ല അതിന് നോക്കിയിട്ട് അങ്ങനെ 4 മുട്ടക്കൊരു 8 ടീസ്പൂണോളം ചെറിയ ടീസ്പൂണോളമുള്ള മധുരം വേണം. അങ്ങനെ നമുക്ക് മിക്സിയിൽ ഒന്നരെ നല്ലോണം കറക്കിയിട്ട് വരാം. പഞ്ചസാരയും മുട്ടയെല്ലാം ഒന്ന് ഇളകി വന്നു അങ്ങനെ നല്ലോണം മിക്സിയിൽ വെച്ചിട്ട് വന്ന് അങ്ങനെ നമ്മളൊരു പാത്രത്തിൽ പറഞ്ഞ് അതിൻ്റെ ശേഷം നമ്മൾ കായ് അതിലേക്ക് നല്ലോണം ഇളക്കി. ഇതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ബദാമെല്ലാം ഉണ്ടെങ്കിലേക്ക് നമുക്ക് ഇതിൽ ഇട്ടിട്ട് കൊടുക്കാം. പക്ഷെങ്കിൽ നമുക്ക് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് സാധാരണ മോഡലിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ പാത്രത്തിൽ നമ്മൾ കായ്പോള ഇടുന്ന പാത്രമാണ് ഇത്. എല്ലാ വീട്ടിലുണ്ടാവില്ല ഈ പാത്രം. അങ്ങനെ ഈ പാത്രത്തിൽ നമ്മൾ കുറച്ച് 6 kg നമ്മൾ അതിന് ശേഷം നമ്മൾ ഈ കായ് മുട്ട ഇതാക്കിയിട്ട് ഇടാം. അങ്ങനെ സ്പൂണെല്ലാം നല്ലോണം ഇതാക്കിയിട്ട് വെച്ച് അടിപൊളി ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊന്നും ഇത് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കി കിട്ടും. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ. ഇങ്ങനെ നമ്മൾ അതിൻ്റെ അടിയിൽ നമുക്കൊരു തളുക പോലത്തെ വെക്കണം. ഈ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നമുക്ക് ചെറിയ തീരെ ഇത് വേവിച്ചെടുക്കാം. ഒരു 1/4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയുള്ള കായ്പോള റെഡിയാണ്. വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടൊക്കെ അടിപൊളി ടേസ്റ്റായിരിക്കും. പിന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യും. അങ്ങനെ നല്ല കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ കായ്പോളയാണ് ഇത്. ബൈ.